അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഒരു പാട്ടിന്റെ വരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയുടെ മുമ്പിൽ വന്ന് ഷോ ഇറക്കിയാൽ അതിന് എത്ര വലിയ ലോകരാജ്യമായി അവകാശപ്പെടുന്ന രാജ്യമാണെങ്കിൽ പോലും 5 പൈസയ്ക്ക് വില കൊടുക്കില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന വലിയ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നേരെ വാർത്തയിലേക്ക് പോകാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് ഒരൽപ്പം കാലതാമസമുണ്ട്. ഈ കാലതാമസം ഫില്ല് ചെയ്യാൻ വേണ്ടി അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് മുന്നിലേക്ക് നീട്ടിയിരുന്നു നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ വെച്ച് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഈ ഒരു ഓഫർ ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. ട്രംപ് ഒരുപക്ഷെ വിചാരിച്ചത് ഇന്ത്യ ചാടിക്കേറി ആ ഓഫറൊക്കെ സ്വീകരിച്ച് F-35 യുദ്ധവിമാനങ്ങൾ ഉടനടി തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കും എന്നതായിരിക്കാം. എന്നാൽ ട്രംപിന് അവിടെയാണ് തെറ്റിയത്. ഏറ്റവും വേഗത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം തങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ചവരെയല്ലേ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക? അതെ, നമ്മുടെ റഷ്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയെ ഒരുപാട് അപകടസന്ധികളിൽ സഹായിച്ച ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് മാറ്റുന്ന ട്രംപിനെ വിശ്വസിക്കുമോ അതോ നമ്മുടെ പുടിനെ വിശ്വസിക്കുമോ ഇന്ത്യ? റഷ്യയുടെ അതിനൂതനമായ Su-57E യുദ്ധവിമാനങ്ങൾ ഇറക്കാനാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ തരത്തിൽ സഹായകമാകുന്ന ഒട്ടനവധി നീക്കങ്ങൾ നമ്മുടെ റഷ്യ ചെയ്തു കൊടുത്തിട്ടുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ എക്സ്പേർട്ടുകൾ റഷ്യയുടെ Su-57E എന്ന യുദ്ധവിമാനത്തിലേക്ക് തിരിഞ്ഞത്. അമേരിക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് ട്രംപിന്റെ അതിബുദ്ധി കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു വമ്പൻ ഓഫർ നിരസിച്ചു കളഞ്ഞത്. റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഒട്ടനവധി കാട്ടിക്കൂട്ടലുകൾ ചെയ്തു കൂട്ടിയിരുന്നു. അതിൽ ഇന്ത്യക്കുള്ള ഭീഷണിയായാലും താരിഫുകൾ കുത്തനെ കൂട്ടുമെന്നുള്ള ഭീഷണിയായാലും 500% താരിഫിലേക്ക് കൊണ്ടുവന്ന ഭീഷണിയായാലും ഒക്കെ ട്രംപിന്റെ കാട്ടിക്കൂട്ടലുകളിൽ പെടുന്നവയാണ്. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും. 2030കളുടെ മധ്യത്തോടെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി സേവനത്തിൽ പ്രവേശിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. അതുവരെ നമ്മുടെ രാജ്യത്തിന്റെ ഉറ്റ ചങ്ങാതിയായ റഷ്യയുടെ Su-57E യുദ്ധവിമാനങ്ങളാകും നമ്മുടെ ആകാശം ഭരിക്കാൻ പോകുന്നത്. അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ എത്ര താരിഫ് ഉയർത്തി ഓലപ്പാമ്പ് കളി കളിച്ചാലും ഇന്ത്യ ഭയപ്പെടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. 2025 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയിലാണ് ഈ F-35 യുദ്ധവിമാനത്തിന്റെ കാര്യം ട്രംപ് മോദിയോട് അവതരിപ്പിച്ചത്. തീർച്ചയായും അപ്പോൾ നമ്മുടെ രാജ്യം അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കേട്ടോ. എന്നാൽ തുടർന്നുള്ള അമേരിക്കയുടെ ഈ അപക്വമായ ചില നയങ്ങളും ഈ താരിഫിന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണമാണ് ഇന്ത്യ പിന്നീട് ആ ഓഫർ നിരസിച്ചത്. ട്രംപ് ഭരണത്തിൽ കയറിയപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടൊക്കെ എടുത്ത് വലിയ കൊട്ടിഘോഷമായിരുന്നു. എന്നാൽ മുന്നോട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് $1 മില്യൺ പാക്കേജ് ആണ് ട്രംപ് അംഗീകരിച്ച് നൽകിയത്. കാര്യങ്ങളൊക്കെ ഇന്ത്യ ശ്രദ്ധിക്കാതിരിക്കുമോ? എപ്പോൾ ശ്രദ്ധിച്ചെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ രാജ്യം അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ്. ഇതിൽ ഇന്ത്യക്ക് മാത്രമായിരുന്നു ട്രംപ് യുദ്ധവിമാനം ഓഫർ കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നേരെ പോയി നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനും വലിയ ഓഫർ കൊടുത്തു അവരുടെ പ്രതിരോധ മേഖലയൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ എന്ത് ലോജിക്കാണ് അതിന്റെ പിന്നിലെന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെയാണ് അമേരിക്കയോടുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്. വളരെ സെൻസിറ്റീവായി മാത്രം കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രതിരോധ കൈമാറ്റമായിരുന്നു ഇത്. എന്നാൽ ട്രംപിന്റെ അതിബുദ്ധി കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ ഇന്ത്യ ധീരമായി നിരസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ F-35 യുദ്ധവിമാനങ്ങൾ ഒട്ടനവധി കുരുക്കുകളോടുകൂടിയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ വാങ്ങിയിരുന്നെങ്കിൽ തന്നെ നമുക്ക് ലഭിക്കുക. കാരണം അമേരിക്കൻ സെർവറുകളുമായി ഇത് നിരന്തരമായി ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്ന ഒരു സജ്ജീകരണം ഇതിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ യുദ്ധവിമാനങ്ങൾക്ക് ഒരു ആക്ടിവേഷൻ കോഡ് ആവശ്യമാണ്. ഈ ആക്ടിവേഷൻ കോഡുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നയിച്ചേക്കാം എന്നതാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഈ ആക്ടിവേഷൻ കോഡുകൾ വഴി വിമാനത്തിനെ റിമോട്ടായിട്ട് ത്രോട്ട്ലിംഗ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതായത് വളരെ ദൂരത്തിരുന്നു കൊണ്ട് തന്നെ വിമാനത്തിന്റെ വേഗത അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള ഘടകങ്ങൾ വലിയ തരത്തിൽ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തിയ വസ്തുതകളാണ്. ഈ അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങളുടെ ഏറ്റെടുക്കലിനോട് നോ പറയുമ്പോൾ റഷ്യയുടെ അതിനൂതനമായ Su-57E ആണ് ഇന്ത്യയുടെ ബദലായി ഉയർന്നു വന്നിരിക്കുന്നത്. 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് റഷ്യൻ യുദ്ധവിമാനമായ Su-57E എന്ന കിഡിലൻ യുദ്ധവിമാനത്തിന്റെ കാര്യം ഇരുവരും ചർച്ച ചെയ്യുന്നത്. എന്തായാലും
ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് Su-57E കാര്യത്തിൽ പുടിൻ കൊടുത്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കം സോഴ്സ് കോഡ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് കൈമാറുക. ഇതിന്റെ പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നടത്താനുള്ള പദ്ധതികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാച്ചിലേക്കുള്ള കുറച്ച് വിമാനങ്ങൾ മാത്രം റഷ്യയിൽ നിന്നും വരും. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെയാകും നിർമ്മിക്കുക എന്നതും വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെയും റഷ്യയുടെയും ആ ഒരു ചങ്ങാത്തത്തിന്റെ ആഴവും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.